ആ, നിനക്ക് ബോധം വന്നല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്, നിനക്കുള്ള ആള് ഇപ്പൊ എത്തും. ആ, ദേ എത്തിയല്ലോ. യാദവ്, 1 വീക്കായിട്ട് ഇവന്റെ ഫോണിലേക്ക് ആരും വിളിച്ചിട്ടില്ല. ഇവൻ മെസ്സേജ് പോലും വന്നിട്ടില്ല. ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്നും ഇവൻ മിസ്സിംഗ് ആണെന്ന് ഇപ്പോഴും അറിയില്ല. സോ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഇവൻ ആവശ്യമില്ല, പിന്നെ നാട്ടുകാർക്ക് തീരെ ആവശ്യമില്ല. അപ്പം ഇവൻ്റെ കാര്യം തീരുമാനമാക്കാം അല്ലേ? ഡോൺ വറി, നിന്റെ ഫ്രണ്ട്സിനെ ഞാൻ പുറകെ അയച്ചോളാം. ആദ്യം നീ ചെല്ല്. യാദവ് മതി, അവൻ മരിച്ചു. ഇവൻ്റെതായ ഒരു എവിഡൻസും വെളിയിൽ പോകാൻ പാടില്ല. എല്ലാം ഡിസ്പോസ് ചെയ്തേക്ക്. ഡോൺ വറി, അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻറ്റിയമ്മ വീട്ടിൽ വന്നിട്ടുണ്ട്. യാദവിനെ അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പോവാം. ദേ സാറെത്താറായി. എല്ലാവരും ഡിസിപ്ലിൻ ആയിട്ടിരിക്കുക. Oh no! My God! വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ ആവോ? ഇതിങ്ങനെ നൂത്ത് വെച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, ആരും കാണാതിരുന്നാൽ മതിയായിരുന്നു. നിന്റെ കഠിനമായ പ്രാർത്ഥന കാരണമായിരിക്കാം നിനക്ക് മുന്നേ ജോലിക്ക് വന്ന ആ കുട്ടിക്ക് ഇന്നലെ ആക്സിഡന്റ് ആയി. 2 മാസത്തെ ലീവാ, അതുകൊണ്ട് ആ ഗ്യാപ്പിലാ നിന്നെ എടുത്തത്. അയ്യോ ഒന്ന് പോടി, ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. പക്ഷെ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ആ കുട്ടിക്ക് എന്ത് സംഭവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, സത്യം. ഏതായാലും 2 months ആ കുട്ടി ലീവാ. ആ ഗ്യാപ്പിന് നിനക്ക് ഇവിടെ നിൽക്കാം. പിന്നെ അറിയാലോ, സാറൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ. നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഇവിടെ നിൽക്കാൻ. ഡോൺ വറി, അതൊക്കെ ഞാൻ ഏറ്റു. ഞാനൊരു പാവമല്ലേ. ഹിമേഷ്, നെക്സ്റ്റ് പ്ലാനിങ്ങിൽ മീഡിയയായിട്ടുള്ള കോൺഫറൻസ് കോൾ അല്ലേ? ഒരു കാര്യം ചെയ്യ്, ഞാനൊരു 5 minutes റെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ഡീൽ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കൊരു കോഫി ഓർഡർ ചെയ്യാം. നീ അത് കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്യ്. അത് കഴിഞ്ഞ് നമുക്ക് ലൈവിലേക്ക് പോവാം. എക്സ്ക്യൂസ് മീ, സിഇന്റെ ഓഫീസിലേക്ക് ഒരു കപ്പ് കോഫി പോട്ടെ, വേഗം വേണം. CEO ഇതല്ലേ അവള് പറഞ്ഞ ഭീകരൻ, ദേഷ്യക്കാരൻ? ഞാനിതിനെ പേടിക്കുന്ന. കോഫി കൊടുക്കുക, തിരിച്ചു വരിക. കൊടുക്കാം. ഇത്രയും നേരമായിട്ടും അവൻ പറഞ്ഞ കോഫി വന്നില്ലല്ലോ. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. ഇയാളുടെ റൂം എന്താ കൊമ്പത്ത് കൊണ്ട് വച്ചേക്കുന്ന? സോറി, കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇയാൾക്കെന്താ കോഫി വേണ്ടേ? കുറെ നേരമായാലോ. ഡോർ തുറന്നകത്തേക്ക് പോയാലോ? എക്സ്ക്യൂസ് മീ, 1 minute, I just come back.
ഡീ സോറി, കാല് തട്ടി അറിയാതെ. സത്യമായിട്ടും അറിഞ്ഞോണ്ടല്ല, ഡോർ ഓപ്പൺ ആയപ്പോ കാലറിയാതെ തട്ടി. ജസ്റ്റ് ഷട്ട് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തിട്ട് നീ പോയാൽ മതി. ഈ കൈ വിട്, ഞാൻ പറയട്ടെ. മിണ്ടാതെ വാടി. ആ കാല് ഏയ് പിടിച്ചോണ്ട് നിൽക്കാതെ എണീറ്റ് മാറടി. അതിന്റെ മുടി നോക്കിക്കൊണ്ട് നിൽക്കാതെ എന്താന്ന് വെച്ചാൽ എടുത്ത് മാറ്റടി. അല്ല, ലൈവ് സ്റ്റാർട്ടായോ? എന്തായത്? ഹലോ കൺട്രോൾ റൂം, യാദവ് സാറിന്റെ റൂമിലുള്ള നെറ്റ് കണക്ഷൻ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്ക്. കഴിഞ്ഞില്ലേ? ഞാൻ നോക്കുക, പറ്റണില്ല. ഞാനൊന്ന് മാറിയപ്പോഴത്തേക്കും അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നിന്ന് ചൊറിഞ്ഞു കളിക്കാണ്ട് വേഗം മാറ്റടി നിന്റെ മുടി. ഞാൻ നോക്കൂല്ലേ, നിക്ക്. കട്ട് ചെയ്യാണ്ട് പറ്റില്ല. എന്നാ വേഗം അതെടുത്ത് കട്ട് ചെയ്. ഈശ്വര, ഞാൻ പൊന്നു പോലെ വളർത്തിയ എന്റെ മുടി അതാണല്ലോ കട്ട് ചെയ്യാൻ പോണേ. നിന്ന് കണ്ണീരഞ്ജലി നടത്താതെ മുടി വെട്ടി മാറ്റടി. നിക്കടോ, വെട്ടുവല്ലേ? നിങ്ങളൊരു മനുഷ്യനാണോ? ഒരു പെണ്ണിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു സാധനം. കൂടെ വർക്ക് ചെയ്യുന്നവര് മനുഷ്യരാണെന്നുള്ള പരിഗണന പോലും തരാൻ അറിയാത്ത ഒരു സാധനം. നടത്തടി. നിന്നാരടി ഇവിടെ ജോലിക്ക് കയറ്റിയത്? നിന്നെ പോലെ കൾച്ചർ ലെസനൊന്നും ഇവിടെ ആവശ്യമില്ല. ഇറങ്ങിപ്പോടി. പോവാൻ തന്നെയാണോ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ നിങ്ങളെ പോലെ മൃഗങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യാൻ ഈ എന്നെ കിട്ടില്ല. ഇനി എത്ര ശമ്പളം കൂട്ടിയാലും മനുഷ്യർക്കാർക്കും നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റില്ല. യാദവ്, മാറി നിൽക്കണോ മുന്നീന്ന്. അയാളുടെ ഒരു യാദവ്. ഹിമേഷ്, ഏതാ ഈ പെണ്ണ്? ഇവൾ ഇവിടെ എന്ത് ജോലിയാ ചെയ്യുന്നത്? അത് ഇന്നാള് ഒരു കുട്ടി ആക്സിഡന്റ് ആയിട്ട് മാറിയപ്പോ അതിന് പകരം വന്ന പുതിയ ജോയിന ക്യാൻറ്റീനില്ല. യാദവ്, നമ്മുടെ രണ്ടുപേരുടെയും പിക്ചർ ഇപ്പോൾ ലൈവായിട്ട് പുറത്തു പോയി. ഓഹോ, രണ്ടുപേരും പോയോ? യാദവ്, കാം ഡൗൺ, ടെൻഷൻ ആവണ്ട. തൽക്കാലത്തേക്ക് ഞാൻ ഈ റൂമിലെ എല്ലാ നെറ്റ് കണക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങളുടെ രണ്ടുപേരെ ഫേസും പുറത്ത് പോയില്ലേ? ഒരു ചെറിയ ഫോട്ടോ കിട്ടിയാൽ മതി അവറ്റ ആൾക്ക്. ആന്റി, ഈ വീഡിയോ കണ്ടില്ലേ? അവരിങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഇതൊക്കെ ഇപ്പൊ ന്യൂസാ. ഫോൺ തുറന്ന യാദവിന്റെ ആ കുട്ടിയുടെ ഫോട്ടോ മാത്രമേ കാണുന്നുള്ളൂ. നോക്കു സമേറ, യാദവ് വന്നിട്ട് അവിടെ എന്താ നടന്നെന്നുള്ളത് അവൻ പറയാതെ എനിക്കിതിനൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അവൻ വരട്ടെ. അതറിയാം. യാദവ് ഇപ്പോ തീരെ എന്നോട് സംസാരിക്കുന്നില്ല. ആന്റി പറയണം, ഞാൻ അവനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്നോട് ടൈം സ്പെൻഡ് ചെയ്യാൻ. നോക്കൂ സമേറ, യാദവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയിൽ നിന്റെ അടുത്ത് കൊഞ്ചിക്കൊണ്ടിരിക്കാനൊന്നും ചിലപ്പോൾ അവന് ടൈം കിട്ടിയെന്ന് വരില്ല. ഏതായാലും ഞാൻ സംസാരിക്കാം. ആന്റി സംസാരിക്കാന്ന് പറഞ്ഞില്ലേ, എനിക്കത് മതി. എന്നാ ഞാൻ പോട്ടെ, എനിക്ക് ഒരു പാർട്ടി ഉണ്ട്. ബൈ. മോൾക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. യാദവിന്റെ ന്യൂസ് കണ്ട ആരും വിശ്വസിച്ചു പോകും. അത്രയ്ക്ക് ക്ലോസ് ആയിട്ടല്ലേ അവര് നിൽക്കുന്നത്. മോളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഒരു മോള്, ഞാനൊന്നും പറയുന്നില്ല. വേറെ ആരെയും നിന്റെ ഭാര്യയ്ക്ക് കിട്ടിയില്ലല്ലോ. ഇങ്ങനൊരു സാധനത്തിനാണല്ലോ നമ്മുടെ യാദവിന്റെ തലയിൽ കെട്ടിവെക്കാൻ അവൾക്ക് തോന്നിയത്. അന്ന് ലക്ഷ്മിയുടെ ചേട്ടൻ വന്ന് ഒരുപാട് സങ്കടപ്പെട്ട് പറഞ്ഞപ്പോ മറുത്തൊന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതാ സ്വന്തം ചേട്ടന്റെ മോളെ തന്നെ എടുക്കാന്ന് കരുതിയ. വലിയ ഹെഡ്ലൈനായിട്ട് നമ്മുടെ കമ്പനി ന്യൂസിലെ യാദവ് ദാ വന്നേക്കുന്ന. പ്രശസ്ത ബിസിനസ്മാനും OK ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷന്റെ സിഇഒയായ യാദവ് കൃഷ്ണയും ഒപ്പം ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത്. ഇവരുടെയും വീഡിയോയും ചിത്രങ്ങളും മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. പെൺകുട്ടി ആരാണെന്നുള്ളത് വീഡിയോ എപ്പോഴും തെരച്ചിലാണ്. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൃത്യമായിട്ട് ന്യൂസിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കണക്കായിപ്പോയി. അവളായിട്ട് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നതല്ലേ, അനുഭവിക്കട്ടെ. പുറത്തിറങ്ങാൻ പറ്റാത്ത വീട്ടിനകത്തിന് കുത്തിയിരിക്കട്ടെ, അതാ നല്ലത്. ഹിമേഷ്, ഇങ്ങനൊരു ഫേസുള്ള കുട്ടീനെ ഞാനിതുവരെ ഓഫീസിൽ വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ. ആരാ ആ കുട്ടി? അത് മാം, ക്യാൻറ്റീനിൽ വർക്ക് ചെയ്ത വേറൊരു സ്റ്റാഫ് എമർജൻസി ലീവ് എടുത്തപ്പോ ആ പോസ്റ്റിലേക്ക് പെട്ടെന്ന് വന്ന കുട്ടിയാ. ഇപ്പൊ ആ കുട്ടി റിസൈനും ചെയ്തു. റിസൈൻ ചെയ്ത് പോയില്ലെങ്കിൽ അവളെ ഞാൻ തന്നെ പറഞ്ഞുവിടാൻ ഇരിക്കുകയായിരുന്നു. ഏതായാലും പോയത് നന്നായി. വയ്യാവേലി കേസ്. യാദവ് പറഞ്ഞ പോലെ അതങ്ങനെ വിടാൻ പറ്റില്ല.
ആ കുട്ടി എന്തെങ്കിലും കാണിച്ചു വെച്ചാൽ അത് നമ്മുടെ തലയിലാവും. അതുകൊണ്ട് ഇന്ന് രാത്രിക്ക് മുന്നേ ആ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും എൻ്റെ റൂമിൽ എത്തിയിരിക്കണം. ഓക്കെ മാം, ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഇന്ന് രാത്രി തന്നെ സെൻഡ് ചെയ്തേക്കാം. എനിക്ക് ഒരു എക്സ്പ്ലനേഷനും കേൾക്കണ്ട. ഇന്ന് വൈകുന്നേരം വരെ ഞാൻ സമയം തരും. അതിനുള്ളിൽ എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് ഈ ഹോസ്റ്റലിൽ നിന്ന് നീ പോണം. ന്യൂസ് വെച്ചാ നിന്റെ ന്യൂസ് ആണ് അതിൽ ഫുള്ളും. മാം, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതൊരു ആക്സിഡന്റിൽ നടന്ന സംഭവം മാത്രമല്ല. പെട്ടെന്ന് തന്നെ ഇറക്കി വിട്ടാൽ ഞാൻ അങ്ങോട്ട് പോകാനോ എനിക്കൊരു റൂം നോക്കാനുള്ള ടൈമെങ്കിലും. നീ ഇവിടെയാണ് താമസിക്കുന്ന അറിഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരും. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാ പറയുന്നത്, എത്രയും വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. പെട്ടെന്ന് എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞ ഞാൻ വേറെ എങ്ങോട്ട് പോവും? പുറത്തുപോയി ഏതെങ്കിലും വീട് നോക്കാന്ന് വെച്ചാ അപ്പോഴേക്കും ആൾക്കാർ തിരിച്ചറിഞ്ഞു വരും അയാളുടെ ഗേൾഫ്രണ്ട് അല്ലേ എന്നും പറഞ്ഞിട്ട്. ആ ന്യൂസില് അയാളുണ്ട്. പക്ഷെ എല്ലാവരും എന്നെയാ ടാർഗറ്റ് ചെയ്യുന്ന. എനിക്കാണെങ്കിൽ ചോദിക്കാനും പറയാൻ ആരും വരൂലല്ലോ. എന്റെ ഈശ്വര, ഞാൻ മടുത്തു. ഇങ്ങനെ ജീവിക്കുന്നതിന് ഭേദം മരിക്കുന്നത് തന്നെയാ നല്ലത്. ഞാൻ സുഭദ്ര. രാവിലെ ഞാൻ വിളിച്ചിരുന്നു, എനിക്ക് ആ കുട്ടി ഒന്ന് കാണണം. സോറി മാം, ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ ആ കുട്ടി ഇവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ കുട്ടി ഈ ഹോസ്റ്റലിൽ നിന്ന് പോവും. എന്തിനി? ഞാൻ ആ കുട്ടി പറഞ്ഞു വിടാനൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്. എനിക്ക് ആ കുട്ടി ഒന്ന് കാണണം. കാണാൻ റൂമിലുണ്ട്. എൻ്റെ കൂടെ വന്നാൽ മതി. ജീവിച്ചിരിക്കുമ്പോഴേ ഇതൊക്കെ സഹിക്കേണ്ടി വരുന്ന. മരിച്ചാ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഇത് വൃന്ദ, എന്താ നീ കാണിക്കുന്ന? താഴെ ഇറങ്ങി വാ. ഓ, അപ്പൊ നീയാണല്ലേ വൃന്ദ വാസുദേവ്. ന്യൂസിൽ നിന്റെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ കരുതി നീ കുറച്ച് ബോൾഡ് ആയിരിക്കുമെന്ന്. ഇതിപ്പോ തൂങ്ങിച്ചാവാൻ നിൽക്കുവാണല്ലോ. എന്നിട്ട് വേണം അത് ഞങ്ങളുടെ തലയിലേക്ക് ഇട്ടുതരാൻ അല്ലേ? ഞാൻ എടുത്ത് തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും എന്നെ എല്ലാവരും കൂടി ഇപ്പോൾ ഈ ഹോസ്റ്റലിൽ നിന്ന് എന്നെ പറഞ്ഞു വിടാൻ പോവാൻ എനിക്കൊരു സ്ഥലമില്ല. അതുകൊണ്ടാണ് ഞാൻ. എന്നിട്ട് നീ അങ്ങ് മരിക്കും. കൊടുങ്ങുന്നത് ഞങ്ങളൊക്കെയാ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. ഞാൻ പിന്നെ എവിടെ പോവാൻ? അപ്പോൾ നിനക്ക് അച്ഛനും അമ്മയും കൂടെ പറപ്പൊന്നുമില്ലേ? ആട്ടെ, നീ എന്താ പഠിക്കുകയൊക്കെ ചെയ്തത്? എനിക്ക് പോവാൻ വീടോ അച്ഛനും അമ്മയൊന്നുമില്ല. ഞാൻ നഴ്സിംഗാണ് പഠിച്ചത്. വളരെ കഷ്ടപ്പെട്ട ലോൺ എടുത്ത് ഞാൻ പഠിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് വേക്കൻസി ഇല്ല. അവർക്ക് വേണ്ടത് 4-5 വർഷത്തെ എക്സ്പീരിയൻസാ. ജോലി കിട്ടാണ്ട് ഞങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ കമ്പനിയിൽ. ഓ, പക്ഷേ ഇപ്പം നിന്നെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് കഴിയില്ല. നിനക്ക് എന്തെങ്കിലും പറ്റിയ ഞങ്ങൾ ഉത്തരവാദിയാവും. എടുക്കാനെല്ലാം എടുത്തിട്ട് എൻ്റെ കൂടെ വാ. കൂടെ വരാനോ? എങ്ങോട്ട്? ഏതായാലും നീ മരിക്കാൻ തീരുമാനിച്ചതല്ലേ, അതുകൊണ്ട് ഇപ്പം എങ്ങോട്ട് വന്നാലും നിനക്കെന്താ? വേഗം എടുക്കാനുള്ളത് എടുത്തിട്ട് വാ. എനിക്കിവിടെ സംസാരിക്കാൻ സമയമില്ല. നോ സർ, ഇല്ല. അത് ആ കുട്ടി നോ കല്യാണമൊന്നും ഫിക്സ് ആക്കിയിട്ടില്ല. ഞാൻ പറയാം. രാവിലെ മുതൽ നിർത്താതെ കോളിംഗ് ആണല്ലോ ഇവന്. ഇതിനിടയിൽ ഞാൻ പറയാമെന്ന കാര്യം കൂടെ അറിഞ്ഞാൽ ഇവൻ ഈ ഓഫീസ് പൊളിക്കും. പുല്ലും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി രാവിലെ ഓരോന്നും വിളിക്കും. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. യാദവ്, ഏതായാലും കുറച്ച് നേരത്തേക്ക് കോൾസ് ഒന്നും എടുക്കണ്ട. അല്ല, നീ ടെൻഷനിലാണോ? ടെൻഷനിലാണെന്നോ? രാവിലെ മുതൽ എനിക്ക് കോൾസ് വന്നുകൊണ്ടിരിക്കുക. ഒക്കെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യാനും പറ്റില്ല. എല്ലാവർക്കും അവളെ പറ്റി അറിയേണ്ടത്. അവളെ പറ്റി പറയാനാണ് ഞാനും വന്നത്. ആൻറ്റി വിളിച്ചിരുന്നു. ആ കുട്ടി ഇപ്പോൾ നിന്റെ വീട്ടിലുണ്ട്. വാട്ട്?
ആൻറ്റി എന്തിനാ അവളെ നമ്മളെ വീട്ടിലേക്ക് എഴുന്നള്ളിക്കൊണ്ട് വന്നത്? ഇതെങ്ങാനും മീഡിയ അറിഞ്ഞ തീർന്നു. ഞാൻ വീട്ടിലേക്ക് പോവാ. എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവളാണ് യാദവിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ന്യൂസിൽ മൊത്തം വരുന്നത്. ആ കുട്ടി ഇവിടെ ഉണ്ടെന്ന് കൂടെ അറിഞ്ഞാ പിന്നെ അത് മതി എല്ലാത്തിനും. ഈ വീട്ടില് ആര് വരണം ആര് വരണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ അതിലിടപെടാൻ നിൽക്കണ്ട, മനസ്സിലായോ? എന്നാ ഞാൻ ഇടപെടാലോ. യാദവ്, നീ എന്താ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ? ഇപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ആൻറ്റിയമ്മ എന്തിനാ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവളിവിടെ ഉണ്ടെന്ന് മീഡിയക്കാർ അറിഞ്ഞ പിന്നെ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. കൃത്യസമയത്ത് അവളുടെ ഹോസ്റ്റലിൽ പോയി ഞാൻ അവളെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നീയൊക്കെ ഇപ്പൊ ജയിലിൽ കിടന്നേനെ. പബ്ലിക്കിന്റെ ബാഡ് റെസ്പോൺസ് കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവുമായിരുന്നു. അതെ, കൃത്യസമയത്ത് ചേച്ചി അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ആ കേസും നിന്റെ തലയിലായേനെ. അല്ലെങ്കിൽ ഞാനിപ്പോ ഭയങ്കര സമാധാനത്തിലാണല്ലോ. അതിനെ എന്നും ഞാൻ കണ്ടോ? ആ നേരം തൊട്ട് എൻ്റെ ഉള്ള സമാധാനം അത്രയും പോയി. നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. ഞാൻ എന്നോട് കൊണ്ടുവന്നത് ഇവിടെ കേട്ട് താമസിപ്പിക്കാനൊന്നും അല്ല. കുറച്ച് കഴിഞ്ഞ് ഈ മീഡിയയുടെ പ്രസൻസ് ഒക്കെ ഒന്ന് അടങ്ങുമ്പോഴത്തേക്ക് ആ കുട്ടീനെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ ചേർക്കാം. അപ്പൊ അതുവരെ അവളെ ഇവിടെ നിർത്തണമെന്നാണോ ആന്റി ഈ പറഞ്ഞു വരുന്നത്? യാദവ്, ആ കുട്ടി നേഴ്സാ. നമുക്കിവിടെ ഒരു ഹോം നേഴ്സിനെ വേണമെന്നുള്ള കാര്യം നിനക്കറിയാലോ. കഴിഞ്ഞ തവണ കൂടെ സന്ധ്യ വന്നപ്പോൾ അത് സൂചിപ്പിച്ചിരുന്നു. നീ അത് മറക്കണ്ട. നീ അല്ലാണ്ട് വേറെ ആരും നിന്റെ അമ്മയുടെ റൂമിൽ പോകുന്നത് അവൾക്ക് ഇഷ്ടമല്ല. പക്ഷെ ആ കുട്ടി പോയപ്പോൾ നിന്റെ അമ്മ ഒന്നും പ്രതികരിച്ചില്ല. ഇനി നീ ചിന്തിക്ക് എന്ത് വേണമെന്ന്. അതെ, കുറച്ചു മുമ്പ് ലക്ഷ്മിക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ പോയപ്പോ എന്നെ വഴക്ക് പറഞ്ഞു വിട്ടു. ആ കുട്ടി പോയപ്പോ അവൾ അകത്തേക്ക് കയറ്റി. എനിക്ക് നിങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഇന്നലെ കണ്ടുവരുത്തിയ നിങ്ങൾ വീട്ടിനകത്ത് കയറ്റി എൻ്റെ അമ്മയുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അവളെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? നിനക്ക് ആന്റിയെ വിശ്വാസമുണ്ടോ? എന്നാ അവളെ വിശ്വസിക്കാം. ഞാൻ തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കൂലെന്ന് നിനക്കറിയാലോ. നീ ധൈര്യമായിട്ടിരിക്കാം. ഈ തളം മിക്കവാറും എനിക്കിട്ടുള്ളൊരു പണിയാവും. നോക്ക്, യാദവിന് ഇതിലൊരു പ്രശ്നവുമില്ല. ഇനി ആരും ഈ കാര്യം സംസാരിച്ച് വരണ്ട, മനസ്സിലായല്ലോ? അതെനിക്കിട്ട് കുത്തിയതാണെന്നറിയാം. ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. അപ്പോ മമ്മി പറഞ്ഞു വന്നത് ആന്റി മനഃപൂർവ്വം അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എനിക്ക് പണി തരാൻ നോക്കുവാണെന്നാണോ? അല്ലാതെ പിന്നെ വെറും ഒരു നേഴ്സായ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം അവൾക്കില്ലല്ലോ. ഇത് നിനക്കുള്ള പണി തന്നെയാ. ഓ റിയലി? മമ്മി അവിടെ ഇരുന്നോ? യാദവന്റെ കയ്യിൽ നിന്ന് പോയാൽ നമ്മൾ സ്വപ്നം കണ്ടതുപോലെ ഒന്നും നടക്കില്ല. അത് മറക്കണ്ട. എടി പൊട്ടി, ഇപ്പൊ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ? മീഡിയയെ വിളിച്ച് അറിയിക്ക് അവൾ ഈ വീട്ടിലുണ്ടെന്ന്. മീഡിയക്കാര് വരുമ്പോ ഇവർക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. അവർക്ക് പറഞ്ഞേ പറ്റൂ നീയാണ് അവന്റെ ഫിയാൻസി എന്ന്. പക്ഷെ മമ്മി, ഞാനാണ് മീഡിയ അറിയിച്ചെന്നറിഞ്ഞാൽ ഇവരെല്ലാം കൂടെ കൊല്ലില്ലേ? അറിഞ്ഞാലല്ലേ അറിയിക്കാൻ നോക്കണം. പിന്നെ ഇത് നിനക്ക് കിട്ടിയ ചാൻസാ. നീ അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് മീഡിയയുടെ മുന്നിൽ അവരെ കൊണ്ട് പറയിപ്പിക്കണം. മമ്മി പറഞ്ഞ ശരിയാ. അവർക്കൊരിക്കലും അവളെപ്പോലെ വേറെ ഒരു നേഴ്സിനെ പിടിച്ച് അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോ അവരെന്തായാലും എന്റെ പേര് പറയും. അത് ഉറപ്പല്ലേ? അതുകൊണ്ട് വേഗം ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നോക്കി കണ്ട് ചെയ്യ്. ഓക്കെ, ഞാൻ മീഡിയനെ അറിയിക്കാം. മമ്മി വെച്ചോ. എന്താന്നുള്ളത് ഞാൻ പിന്നീട് വിളിച്ച് പറയാം. എല്ലാം വിചാരിച്ച പോലെ നടന്നാൽ മതിയായിരുന്നു. ഓഹോ, അപ്പൊ തള്ളയുടെ മോളുടെ പ്ലാൻ അതാണല്ലേ? എല്ലാം ഞാൻ നടത്തി തരാം. നീ മീഡിയയെ വിളിക്ക്. അവർക്ക് കൊടുക്കേണ്ട ന്യൂസ് ഞാൻ തന്നെ കൊടുത്തേക്കാം. നല്ല കുട്ടിയായിട്ട് ഭക്ഷണവും മരുന്നും ഒക്കെ കഴിച്ചല്ലോ. മിടുക്കിയാണപ്പോ. ഇനി കിടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. നന്നായിട്ട് ഉറങ്ങിക്കോ. എനിക്ക് ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. നീ എന്റെ കൂടെ ഇരിക്കോ? ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണോ? എന്തു പറ്റി? സാരല്ല കേട്ടോ, ഞാനിവിടെ ഇരിക്കാം. അമ്മ ഉറങ്ങിക്കോ. ഞാൻ ഉറങ്ങുമ്പോ പുറത്തേക്കൊന്നും പോവല്ലേ? ഇല്ല, ഞാൻ ഈ റൂമിൽ തന്നെ ഇരുന്നോളാം. അമ്മ ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. ഏയ് സെക്യൂരിറ്റി, ഗേറ്റ് ഓപ്പൺ ചെയ്യ്. ന്യൂസ് കിട്ടി. ഞാൻ ഇന്റർവ്യൂ ചെയ്യണം. ഗേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താ. ദൈവമേ, ഇവരെങ്ങനെ കൃത്യമായിട്ട് എല്ലാ ന്യൂസ് അറിയുന്ന? ഇപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടി ഇവിടെ ഉണ്ടല്ലോ.
അല്ലെങ്കിലും ഇവരൊക്കെ മണത്തറിയുമല്ല. ഇനിയിപ്പോ എന്ത് ഇന്റർവ്യൂ കൊടുക്ക്. യാദവിന്റെ ഗേൾഫ്രണ്ട് ഞാനാ, ആ കുട്ടി വെറും നേഴ്സാന്ന് പറഞ്ഞാ മതി. വേണ്ട. ചേച്ചി ഈ തള്ള എന്തിനാണ് ഇപ്പൊ കലിതുള്ളി ഇങ്ങോട്ട് വരുന്നത്? ഇതെന്താണ് എല്ലാരും സീരിയസ് മോഡില്? ഹിമേഷ്, അവരോട് അകത്തേക്ക് വരാൻ പറയും. ഇന്റർവ്യൂ കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ആ മാം, ഞാൻ അവരകത്തേക്ക് വിളിക്കാം. അല്ല, ഈ കുട്ടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ അവര് വരുന്നത്. ചേച്ചി അവരോട് എന്താ പറയാൻ പോകുന്ന? ഇവളെ കാണാൻ വേണ്ടിട്ടല്ലേ അവര് വരുന്നത്. ഇവളെ കാണിക്കാം. പറയാനുള്ളത് എന്താന്ന് ഞാൻ പറഞ്ഞോളാം. ഈശ്വര, എന്നെ കാണാനോ? മാം, ശരിക്കും ആ ലൈവിൽ കണ്ടത് എത്ര യാദവ് വർഷമായിട്ട് സാറിന്റെ ഗേൾഫ്രണ്ട് ആണോ? അതോ സാറിന് വേറെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടോ? വെയിറ്റ്, എല്ലാരും കൂടെ ഒരുമിച്ച് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയും. നിങ്ങൾക്കറിയേണ്ടത് യാദവിന്റെ ഗേൾഫ്രണ്ട് ആരാന്നല്ലേ? ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ വഴിക്ക് വാ എന്റെ അമ്മായി. അപ്പോ നിലവിൽ യാദവ് സാറിന് ഗേൾഫ്രണ്ട് ഉണ്ട്. ഉടൻ തന്നെ കല്യാണം ഉണ്ടാകുമോ? ആ പെൺകുട്ടി തന്നെയാണോ യാദവ് സാറിന്റെ ഗേൾഫ്രണ്ട്? യെസ്, YK പ്രൈം കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ CEO ആയ യാദവ് കൃഷ്ണയുടെ ഗേൾഫ്രണ്ട് അഥവാ ഭാവി വധു ഈ നിൽക്കുന്ന വൃന്ദ വാസുദേവാണ്. ഞാനോ? ചേച്ചി എന്തൊക്കെയാ പറയുന്ന? ഇരുവരുടെ വിവാഹം ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അന്ന് മീഡിയ ഞങ്ങൾ അങ്ങോട്ട് അറിയിക്കാം. അതുവരെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. വന്നാ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. മാം, എപ്പോഴായിരുന്നു ഫാമിലീസ് ഒക്കെ എവിടെയാ മാം? ആന്റിയുടെ ഇഷ്ടങ്ങൾ മാത്രം വിളിച്ചു പറയാനാണോ മീഡിയനോട് ഇന്റർവ്യൂ കൊടുക്കാന്ന് പറഞ്ഞത്? ആരോട് ചോദിച്ചിട്ട് ആന്റി ഈ തീരുമാനം എടുത്തത്? യാദവിന് ഇപ്പോഴും ഒന്നും പറയാനില്ലേ? എനിക്കറിയേണ്ടത് ആരാ മീഡിയക്ക് ഇവളിവിടെ ഉള്ള കാര്യം അറിയിച്ചേന്നാ. ഈ വീട്ടിലുള്ള ആരും അറിയിക്കാതെ അവരെങ്ങനെ ഇവിടെ വരും? ദോ നിൽക്കുന്നില്ലേ, അവളോട് ചോദിക്കൂ ആരാ മീഡിയനെ അറിയിച്ചതെന്ന്. അവളുടെയും അവളുടെ മമ്മിയുടെയും പ്ലാനാ ഇതൊക്കെ. നിങ്ങളുടെ പ്ലാൻ ഒന്നും ഈ വീട്ടിൽ നടക്കില്ല മോളെ. ആയിക്കോട്ടെ, പക്ഷേ ഞങ്ങൾ എന്തിനാ അങ്ങനെ പ്ലാൻ ചെയ്തത്? എനിക്ക് യാദവിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം. അവനില്ലാതെ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്തത്. നിന്റെ അതിബുദ്ധിയ ഇപ്പൊ എന്നെ കൊണ്ട് ഇങ്ങനെ ന്യൂസ് കൊടുക്കേണ്ടി വന്നത്. ഇത് നീ തന്നെ സ്വന്തമായിട്ട് വരുത്തി വെച്ചതാ. നിന്റെ മിസ്റ്റേക്കാ ഇത്, അനുഭവിച്ചോ? അപ്പോ എന്റെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്കാണുള്ളത്? ഞാൻ എന്തിനാ ഇതൊക്കെ അനുഭവിക്കുന്നത്? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നത്? എനിക്കൊരു ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടല്ലേ? ആയുഷ്കാലം മുഴുവൻ നീ ജോലി ചെയ്താലും നിനക്ക് ഇതുപോലൊരു വീട്ടിൽ മരുമോളാകാൻ പറ്റുമോ? അങ്ങനെ ഒരു സൗഭാഗ്യം ഇപ്പൊ നിനക്ക് വന്നു ചേർന്നത്. ഇന്നു മുതല് നീ ഈ വീട്ടിൽ മരുമോളാകാൻ പോകുന്ന കുട്ടിയാ. എനിക്കാവണ്ട, എനിക്ക് ഇവിടുത്തെ മരുമകളോ ഒന്നും ആവണ്ട. ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചല്ല ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് ജോലി വാങ്ങി തരാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടുന്ന് പുറത്തേക്ക് പോയാൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്? മീഡിയാസ് ഒക്കെ നിന്നെ ഏറ്റെടുത്തു. എവിടെ വെച്ച് കണ്ടാലും അവർ നിന്നെ ശല്യം ചെയ്യും. അതെ, ഇതൊക്കെ നിന്റെ യോഗോ. വെറും നഴ്സിംഗ് ആയ നീ ഞങ്ങളുടെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യും, ഇതുപോലെ ന്യൂസിൽ പഠിക്കുകയും ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലെ മരുമകളാകുകയും. അതുകൊണ്ട് ഇതുമായിട്ട് നീ പൊരുത്തപ്പെടാൻ ശ്രമിക്കേ. എന്റെ മിസ്റ്റേക്കാ. നിങ്ങളെ വിളിച്ചപ്പോ ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. നിനക്കിപ്പോഴും എന്നെ വിശ്വസിക്കാം. നിന്റെ കൂടെ എന്തിനും ഞാനുണ്ട്. യാദവ്, എന്റെ കൂടെ വാ. മോന് ആന്റിയോട് ദേഷ്യമുണ്ടോ? എനിക്കറിയേണ്ടത് ആൻറ്റിയും എന്തിനാ അവൾ എൻ്റെ തലയെ വെച്ച് കെട്ടുന്നേന്നാ. എൻ്റെ അനുവാദം ഇല്ലാതെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ എൻ്റെ ഭാര്യയാക്കാൻ നോക്കോ? എന്തിനു വേണ്ടി? യാദു, ഈ കുടുംബത്തിന് സമയം നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് അവളെ ഇഷ്ടമാണോ? എനിക്ക് ഒരുത്തിയുടെ ഇഷ്ടമല്ല. ആരും എനിക്ക് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും. അറിയാം, നിന്റെ ഈ അവസ്ഥയിൽ നീ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതെന്നറിയാം. പക്ഷേ നീ നിന്റെ വീട്ടുകാരെ പറ്റി ചിന്തിക്കേ. അച്ഛനും അമ്മയും എന്തുമാത്രം തകർന്നിരിക്കാന്നറിയോ? സമയരെ കൊണ്ടൊരിക്കലും നിന്റെ അമ്മയെ നോക്കാൻ കഴിയില്ല. അവൾക്ക് വലുത് നിന്നെയും നിന്റെ പണവും മാത്രം. എന്നാ എനിക്ക് ഉറപ്പുണ്ട്, വൃന്ദയ്ക്ക് നിന്റെ കുടുംബം നന്നായി നോക്കാൻ കഴിയും. ഞങ്ങളെ പോലെ റൂമിൽ കേട്ടത് നിന്റെ അമ്മ വൃന്ദയെ കയറ്റി. അതെന്തുകൊണ്ടാ? അവളെ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ അവൾ ഒരു ഹോം നേഴ്സർ ഇവിടെ നിർത്തിക്കൂടെ? എന്തിനാ എൻ്റെ ഭാര്യ ആക്കുന്ന?
ഇതേ അമ്മ തന്നെയല്ലേ സമേറയെ എനിക്ക് വേണ്ടി ചൂസ് ചെയ്തത്? നിന്റെ അമ്മയുടെ ആങ്ങളെ വന്ന് നിന്റെ അമ്മയടുത്ത് കരതുകൊണ്ടാ സമേറയെ പിടിച്ച് അവള് മരുമകളാക്കിയത്, അല്ലാതെ ഇഷ്ടത്തോടെയൊന്നും അല്ല. പിന്നെ നിന്റെ അമ്മയ്ക്ക് ഒരു ഹോം നേഴ്സിനെ വെക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല. നിന്റെ ഉള്ളിൽ കത്തുന്ന തീ എന്താന്ന് എനിക്കറിയാം. നിന്റെ പ്രതികാരം നീ നടത്തുമ്പോ പുറത്തുനിന്ന് കാണുന്നവര് നിന്നെ സംശയിക്കാൻ പാടില്ല. ഇവളെ കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം എന്നെ ആരും സംശയിക്കില്ലെന്ന് ആൻറ്റി അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പുറത്തുനിന്ന് കാണുന്നവർക്ക് നീ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനും നല്ലൊരു ഭർത്താവും മകനും ആയിരിക്കണം. പക്ഷേ അതിന്റെ മറവില് നിനക്കിഷ്ടമുള്ളത് നിനക്ക് ചെയ്യാം. വൃന്ദയെ പോലെ ഒരു പാവം പെണ്ണാണ് നിന്റെ ലൈഫിലേക്ക് വരുന്നതെങ്കിൽ അവൾ നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. ഇതൊന്നും അവൾ അന്വേഷിക്കില്ല. നിന്റെ അമ്മയും എന്റെ ഏട്ടനെയും അവൾ നന്നായിട്ട് നോക്കിക്കോളും. നിനക്ക് ഫാമിലി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എനിക്കെപ്പോഴും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അങ്കിളുടെ സ്വഭാവം നിനക്കറിയാലോ. എന്നേക്കാൾ നന്നായിട്ട് അവൾ നിന്റെ വീട്ടുകാരെ നോക്കും. ആർക്കും നിന്നിലൊരു സംശയം ഉണ്ടാവില്ല. ഇനി നീ തീരുമാനിക്ക്, ഈ കല്യാണം വേണോ വേണ്ടേന്ന്. ആൻറ്റി അമ്മ, എനിക്ക് സമ്മതം. അറിയാം ആന്റി അമ്മ പറഞ്ഞ നീ കേൾക്കുമെന്ന്. വൃന്ദ നല്ല കുട്ടിയാ. നിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവളുമായിട്ട് ഹാപ്പി ആയിട്ട് നീ ജീവിക്കും, എനിക്ക് ഉറപ്പാ. എന്താടി റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നോ? മീഡിയയുടെ മുന്നിൽ നീയാണ് ഇവിടുത്തെ മരുമോളെന്ന് അറിഞ്ഞപ്പോ നിനക്കൊരുപാട് സന്തോഷമായി കാണുമല്ലോ. ചേച്ചി, ഇല്ലാത്ത കാര്യം പറയരുത്. ഞാനിതൊന്നും ആഗ്രഹിച്ചല്ല ഇങ്ങോട്ട് വന്നത്. വേറെ ഒരു നേഴ്സായ നിന്നെ പിടിച്ച് ഈ വീട്ടിലെ മരുമകള് എന്ത് മെഡിസിൻ കൊടുത്താടി നീ ആ തള്ളയെ മഴയ്ക്ക് എടുത്തത്? സത്യമായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ജോലി വാങ്ങി തരാമെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതൊന്നും എനിക്കറിയില്ല. ചേച്ചി എന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഞാൻ എന്തായിട്ട് ചെയ്യേണ്ട? എന്റെ സ്ഥാനം തൊട്ടിയെടുക്കാൻ വന്നവളല്ലടി. ഇങ്ങോട്ട് വാടി. അതിന്റെ കൈ വിട്. ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എന്നെ വിട്. ഞാൻ പറയുന്ന സത്യം. എന്റെ കൈ ഒന്ന് വിട്. എനിക്ക് ഇവിടുത്തെ മരുമകളാവണ്ട. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടാന്ന് വെച്ചാൽ ഇറങ്ങിപ്പൊക്കോ. ഈ രാത്രി തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോണം. ഞാൻ ഞാൻ എവിടെ പോവും? എങ്ങോട്ടെങ്കിലും പൊക്കോ. പോവാൻ നിനക്കിടവില്ലെങ്കിൽ ചെന്ന് ചത്തു തൊലയി. സമേറ, നീ എന്താ ഈ റൂമില്? ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് എന്ത് പ്രശ്നം? അല്ല, നീ എന്താ ഈ സമയത്ത് ഇവളെ കാണാൻ ഈ റൂമില്? ആൻറ്റി പറഞ്ഞത് നീയും കേട്ട് കാണൂലേ? എൻ്റെയും ഇവളുടെയും മാരേജ് ഫിക്സ് ആക്കി. അതുകൊണ്ട് എനിക്ക് ഇവളോട് സംസാരിക്കണം. യാദവ്, അപ്പൊ ഞാനോ? നിന്റെ അമ്മ എന്നെയാ നിനക്ക് വേണ്ടി ചൂസ് ചെയ്തു. അത് നീ മറക്കരുത്. ഓ റിയലി? എന്നിട്ട് നീ എൻ്റെ അമ്മയെ പറ്റി എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഭയ്യാത്തൻ്റെ അമ്മയെ ഒരിക്കലെങ്കിലും നീ കയറി കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്നിട്ടിപ്പോ അമ്മയുടെ പേരും പറഞ്ഞ് വന്നേക്കുവാ. യാദവ്, അത് എനിക്ക് ആന്റിയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. ആന്റി വയ്യാത്തതല്ലേ, റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി. അല്ലാണ്ട് ഞാൻ ഒരിക്കലും ആന്റി അവോയ്ഡ് ചെയ്തിട്ടില്ല. സമേറ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ. യാദവ്, നീ... ഞാനൊരുക്കെ പറഞ്ഞു റൂമിൽ നിന്ന് പുറത്തു പോവാൻ. ഓക്കെ, ഫൈൻ. എനിക്ക് നിന്നോട് സംസാരിക്കണം. ഇവിടെ ഇരിക്കേ. പറഞ്ഞാ മതി, ഞാനിവിടെ നിന്നോളാം. വെൽ, ആൻറ്റി താഴെ പറഞ്ഞതൊക്കെ നീ കേട്ട് കാണുമല്ലോ. ഉടൻ തന്നെ നമ്മുടെ മാരേജ് ഉണ്ടായിരിക്കും. മനസ്സുകൊണ്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രിപ്പയർ ആയിക്കോ. സാറിന്റെ ഓർഡർ ആണോ? എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമില്ലെന്ന് ഞാനും പറഞ്ഞതല്ലേ. രണ്ടും മനസ്സുകൾ തമ്മിൽ സമ്മതിക്കുമ്പോഴാ അവിടെ കല്യാണം ഉണ്ടാവുന്ന, അല്ലാണ്ട് ഇങ്ങനെയല്ല. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ നിന്നോട് കല്യാണം കഴിപ്പിച്ച് എൻ്റെ ഭാര്യയായിട്ട് വാണിക്കാൻ പോവുമല്ല. നമ്മുടെ മാരേജ് കഴിഞ്ഞ് ആൻറ്റി ഇവിടെ നിന്ന് പോവും. അതിൻ്റെ പിന്നാലെ നീയും ഈ വീട്ടിൽ നിന്ന് പോവും. എന്താ? യെസ്, ഇറ്റ്സ് എ ഫേക്ക് മാരേജ്. ആൻറ്റിക്ക് വേണ്ടി മാത്രം. ആൻറ്റി ഇപ്പോൾ കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ പാട്ടിന് എവിടെ വേണമെങ്കിലും പോവാം. അതല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യാം. നിങ്ങളെ ലൈഫിൽ ഞാൻ എന്ന് കണ്ടോ അന്നോട്ട് എൻ്റെ ലൈഫ് എന്നെ മാറിപ്പോയത്. നിങ്ങളെ ഞാൻ ഇനിയും വിശ്വസിക്കണോ? സോറി, നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇതിന് നീ മാന്യമായിട്ട് സമ്മതിക്കുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ നടക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കമ്പൽ ഇതെനിക്ക് നിന്നെ കല്യാണം കഴിക്കേണ്ടി വരും. ഞാനിതിൽ സമ്മതിച്ച ഇയാൾ എനിക്ക് നല്ലൊരു ജോലി വാങ്ങിത്തരാന്നല്ലേ പറഞ്ഞ? നിന്റെ മറുപടി എന്താന്നുള്ളത് പറഞ്ഞാൽ എനിക്ക് പോയിട്ട് ഒരുപാട് പണി ചെയ്ത് തീർക്കാനുണ്ട്.
ഇതൊരു ഫേക്ക് മാരേജ് ആയതുകൊണ്ട് ഞാൻ സമ്മതിക്കാം. പിന്നെ പറഞ്ഞ പോലെ നല്ലൊരു ജോലി വാങ്ങി തന്ന എനിക്ക് സമ്മതം. ഉറപ്പായിട്ടും എനിക്കൊരൊറ്റ വാക്കേ ഉള്ളൂ, ഞാൻ വാക്കു മാറാറില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്മതം. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് നീ റെഡി ആയിക്കോ. എത്രയും വേഗം നമ്മുടെ കല്യാണം നടക്കും. യാദവ്, ആന്റിക്ക് വേണ്ടി മാത്രമാണോ നീ കല്യാണത്തിന് സമ്മതിച്ചത്? യെസ്. ഇത് ഞാനിപ്പോൾ സമ്മതിച്ചില്ലെങ്കിൽ ആൻറ്റി ഇനിയും എനിക്ക് വേണ്ടി പെൺകുട്ടികളെ കൊണ്ടുവരും. ഇവളാകുമ്പോൾ എനിക്ക് ഒഴിവാക്കാൻ എളുപ്പമാണ്. അല്ല, ആന്റി അറിഞ്ഞ പിന്നെന്താ സംഭവിക്കുക? ആൻറ്റി ആദ്യം അങ്കിളുടെ അടുത്തേക്ക് പോട്ടെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അതെ, എനിക്കിങ്ങനെ ഓവർ മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ല. ഇതൊന്നും മതിയാക്കോ? സോറി മാം, സാറിന്റെ ഓർഡറാ. നിങ്ങള് നല്ല ഭംഗിക്ക് റെഡിയാക്കാൻ സാർ ഓർഡർ ഇട്ടിട്ടുണ്ട്. നീ റെഡിയായോ? അല്ല യാദവ്, നീ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ ഈ ഒരു തീരുമാനം എടുത്തത്? അങ്ങനെയല്ല, ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക്... ഏയ് ഹിമേഷ്, അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല. അവളിതിൽ വന്ന് പെട്ടു, നമ്മളതല്ലോ കാരണം. ആൻറ്റി പൊക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവളെ പറഞ്ഞു വിടുമല്ലോ, പിന്നെന്താ? ഓ ഗോഡ്, അപ്പോ നീ അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ടില്ല അല്ലേ? ആന്റിക്ക് വേണ്ടി മാത്രാണല്ലേ നീ അവളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നോക്കി അതിന്റെ റൂമിലേക്ക് കയറി വരാൻ പാടില്ലാന്ന്. യാദവ്, സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. ആന്റി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട റെഡിയാക്കി താഴേക്ക് ചെല്ലാൻ പറഞ്ഞു. సరే రే మామ పాప నిద బమ పని సరే ని సరి నీద పరిదా పమగరి మాగ సనిసా మైలా ആ താലി എടുത്ത് കെട്ടിക്കോളൂ. രണ്ടാളും ഒരുമിച്ച് ചെന്ന് തൊഴുതിട്ട് വാ, എന്നിട്ട് പോവാം. മഴവില്ലു തോൽക്കുമെൻ അഴകേ. ബൃന്ദ, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും. നിന്റെ സമ്മതം കൂടാതെ ഞാൻ ഇതൊക്കെ ചെയ്തതിന്. ബട്ട് ട്രസ്റ്റ് മീ, ഇവിടെ നിനക്കൊരു കുഴപ്പം ഉണ്ടാവൂല. ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ടാവും. ഈ വീട്ടിലെ തൂണിനെയും തുരുമ്പിനെയും പോലും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള കാര്യം വന്നപ്പോഴേ എനിക്കറിയാം. അപ്പോഴല്ലേ ആന്റി നിങ്ങള്... ഇയാള് ഞാൻ നിൽക്കുന്ന കണ്ടില്ലേ, ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോവാണല്ലോ. നിക്ക്, ഷർട്ട് ഊരല്ലേ, ഞാൻ ഈ റൂമിലുണ്ട്. ആന്റിയ എന്നെ ഈ റൂമിൽ കൊണ്ടുവിട്ടത്. ആ, ഇതെൻ്റെ റൂമാ, അതുകൊണ്ടാണ് ആൻറ്റി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടത്. ഏതായാലും ആൻറ്റി പോകുന്നവരെ നീ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ആക്ക്. അത് കഴിഞ്ഞ് നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കാം. കൃഷ്ണ
കൃഷ്ണനീ വേഗനെ ബാരോ ബാരോ ബാരോ. സ്റ്റോപ്പ് ഇറ്റ്. ആരോട് ചോദിച്ചിട്ടാടി പൂജാമുറി കയറിയതും വിളക്ക് കത്തിച്ചതും? അത് വിളക്ക് ഒഴിഞ്ഞിരിക്കുന്ന കണ്ടപ്പോ ഞാൻ... ഈ വീട്ടിൽ അങ്ങനെ പലതും ഒഴിഞ്ഞിരിക്കും, അതിലൊക്കെ കയറി ഇടപെടാൻ നിൽക്കണ്ട നീ. സോറി. ഏതോ അമ്മയുടെ ഏതോ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ലക്ഷ്മി വാ, നിനക്ക് മെഡിസിൻ കഴിക്കണ്ടേ? ഞാൻ എടുത്തു തരാം. ഏതോട്ടൻ ദേഷ്യപ്പെടുന്ന കണ്ടില്ലേ? അമ്മ അച്ഛൻ്റെ കൂടെ പൊക്കോ, ഞാനിനി ദേഷ്യപ്പെടില്ല. ഇതെന്ത് അന്യനോ? എന്നോടിപ്പോഴല്ലേ ഇയാള് ചാടിക്കടിച്ചത്? എന്താ യാദവ് ഇത്? അവള് രാവിലെ വിളക്ക് കത്തിച്ചതിന് എന്താ കുഴപ്പം? റൂമിന് പുറത്തിറങ്ങാതെ നിന്റെ അമ്മ പുറത്ത് വന്നത് കണ്ടില്ലേ? അതൊക്കെ ഒരു മാറ്റമായിട്ട് കണ്ടൂടെ? അതിന് ഇയാളതിനെ എന്നെ തുറിച്ചു നോക്കുന്ന? ആൻറ്റി, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. നോക്ക്, നിനക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടമെങ്കിൽ ചെയ്തോ. പക്ഷേ നിന്റെ കബോർഡിൽ ഞാൻ കുറച്ച് ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, അതിട്ടാ മതി. നീ കൊണ്ടുവന്ന ഡ്രസ്സ് അതിടാൻ നിൽക്കണ്ട, മനസ്സിലായോ? ആ മനസ്സിലായി. ഹിമേഷ്, ടിക്കറ്റ് ഫിക്സായി. മൺഡേ നൈറ്റ് ഫ്ലൈറ്റിന് ആൻറ്റി ഇവിടുന്ന് പോവും. ഞാൻ നിന്നോട് കുറച്ച് ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ, അത് നീ നോക്കിയായിരുന്നോ? ആ യാദവ്, ഞാനതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽ തന്നെയാ. അവളുടെ ഡീറ്റെയിൽസ് കിട്ടിയാൽ നമുക്ക് സെൻഡ് ആക്കാം. ആ, ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിത്തരാം. എത്രയും വേഗം ആൻറ്റി പോയതിനു ശേഷം അവളെയും പറഞ്ഞു വിടണം. എന്നിട്ട് വേണം സ്റ്റോപ്പ് ചെയ്തെടുത്ത് നമുക്ക് തുടങ്ങാൻ. നീ ഒന്നുകൂടി ടെൻഷൻ ആവേണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോ ആന്റി പോയി കഴിയുമ്പോ അവൾ ഇവിടുന്ന് പോവും. യാദവിന്റെ ലൈഫിൽ ഇടിച്ച് കയറി പോവാൻ എനിക്ക് ഇനി ഒരു ചാൻസ് ഉണ്ട്, അത് മിസ് ചെയ്യരുത്. കബോർഡിലെ ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനെന്താ വല്ല സീരിയലും മരുമകളായിട്ട് അഭിനയിക്കാൻ പോകുന്നുണ്ടോ? സാരിയുടെ വെയിറ്റ് ചെയ്യുന്ന എനിക്ക് താങ്ങാൻ വയ്യ. ആരാ? ഓ, ചേച്ചിയായിരുന്നു. ഞാൻ പേടിച്ചു. ഡ്രസ്സ് മാറുമായിരുന്നു. ചേച്ചിക്കൊന്ന് കൊട്ടിയിട്ട് വരായിരുന്നു. പിന്നെ നിന്നെ ഇവിടുന്ന് കൊട്ടി വരേണ്ട സമയമായി മോളെ. അപ്പോഴേ ഡോറ് അല്ല സാരിയെ കൊടുത്ത് നീ ആള് മാറിപ്പോയല്ലോടി. അത് ഇവിടുത്തെ ആന്റിയാ പറഞ്ഞത്, ഈ സാരിയെ കൊടുത്ത് നിൽക്കണമെന്ന്. അതാ ഞാൻ എടുത്തത്. അവളുടെ ഒരു ആന്റി പോവാൻ സമയമായി. പുറകേന്ന് മോളും പോവാൻ വേണ്ടി പെട്ടി പാക്ക് ചെയ്ത് റെഡി ആയിക്കോ. ഇല്ലെങ്കിൽ എന്താടി നിന്റെ സൗണ്ടിനൊക്കെ ഒരു മാറ്റം? ആന്റി ഇവിടുന്ന് പോകുമ്പോ പിറകെ ഇറങ്ങി പോവാൻ എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ എന്നാ ഞാൻ ചേച്ചിയോട് ചോദിച്ചത്. എന്താടി ഒരു ദിവസം ഇവിടുത്തെ മരുമോളായപ്പോ തന്നെ ആ തള്ളയുടെ സ്വഭാവം നിനക്കും കിട്ടിയോ? അധികം കളിക്കാൻ നിൽക്കല്ലേ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് നിനക്ക് നല്ലത്. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ എന്റെ വഴിക്ക് തടസ്സമായിട്ട് നിന്ന ഈ വീടും ഇവിടെ ഉള്ളവർ കത്തുമ്പോ കൂടെ നിന്ന് കത്തേണ്ടി വരും, മനസ്സിലായോ? എന്താടി നീ ഉദ്ദേശിച്ച? ഇവിടെ ഉള്ളവർ കത്തുമ്പോഴോ? ശരിക്കും നീ ആരാടി നീ പേടിപ്പിക്കുന്ന? ഞാൻ ആരെന്ന് മനസ്സിലായില്ലേ? ഇവിടുത്തെ സാറിന്റെ ഭാര്യ, ഇവിടുത്തെ മരുമകള്. ചേച്ചിയോടല്ലേ ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ലാന്ന്. എന്നിട്ടും എന്നെ എന്തിനാ തല്ലിയേ? എന്താ ഇവിടെ? നീ എന്തിനാ കരയുന്ന? സമേറ, നീ എന്താ അവളെ ചെയ്തത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ റൂമിൽ കയറാൻ പാടില്ല എന്ന്? യാദവ്, ഞാനൊന്നും ചെയ്തില്ല. അവൾ അഭിനയിക്കുക. പഠിച്ച കള്ളിയാ അവള്. നിന്നെയൊക്കെ അവള് ചതിക്കുകയാടാ. ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞില്ലേ എനിക്കിതിനൊന്നും വയ്യാന്ന്. ഈ ചേച്ചി എന്നോടെന്തോ വൈരാഗ്യമുള്ള പോലെയൊക്കെയാ സംസാരിക്കുന്നത്. സമേറ, ലാസ്റ്റായിട്ട് ഞാൻ തരുന്ന വാണിംഗ് ആയത്. ഈ വീട്ടിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അത് നിന്റെ അമ്മായിയായ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി മാത്രമായിരിക്കണം. അതല്ലാതെ എൻ്റെ റൂമിലേക്ക് വരരുത്. യാദവ്, നീ എന്താ ഈ സംസാരിക്കുന്നത്? ഞാനൊന്നും ചെയ്തില്ല. അവള് കള്ളം പറയാ. മതി, എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോണം നീ. ഇല്ലെങ്കിൽ അറിയാലോ എന്നെ. വേണ്ട, ഞാൻ പൊക്കോളാം. ഞാൻ എടുത്തോളാടി. വൃന്ദ, നിന്റെ ബയോ അടങ്ങുന്ന ഡീറ്റെയിൽസ് ഹിമേഷിന് നൽകണം ഹോസ്പിറ്റലിലേക്ക്. ഞാൻ കൊടുത്തോളാം. മൺഡേ ആൻറ്റി ഇവിടുന്ന് പോവും. നെക്സ്റ്റ് ഡേ തന്നെ നിന്നെ ഞാൻ നല്ലൊരു ഹോസ്റ്റലിലേക്ക് മാറ്റാം.
അതുവരെ അഡ്ജസ്റ്റ് ചെയ്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ പോവാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ? ഒരുപാട് ബുദ്ധിമുട്ടിയ ഞാൻ ഈ വീട്ടിൽ കയറി പറ്റിയത്. നിങ്ങളുടെ കഥ ഇവിടെ കൊണ്ട് മാറാൻ പോവുക.